അവിടെ എങ്ങനെ സോ ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ അവിടെ പ്രാധാന്യമുള്ളൊരു ഇവിടെ ദിവസമാണെന്ന്. ഗാന്ധി ജയന്തി. ഗാന്ധിയെ ഓർക്കാൻ, ഗാന്ധിയുടെ തത്വങ്ങളെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്ന ഏറ്റവും തനതായ ഒരു ദിവസം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഗാന്ധി ജയന്തിയുടെ ദിവസം എത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് നമുക്ക് ഓർമ്മിക്കാൻ പറ്റും അല്ലേ? സേവനവാരവും എന്തൊക്കെ പ്രോഗ്രാംസ്, തീർച്ചയായും ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കിന്ന് ഓർക്കാം. ഇന്ന് ആസ് യൂഷ്വൽ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ അതിനോടൊപ്പം ഗാന്ധിയൻ തത്വങ്ങളും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഒരിക്കൽ കൂടി ഗാന്ധി നടന്ന വഴികളിലൂടെ അഹിംസയുടെയും സത്യാഗ്രഹത്തിൻ്റെയും ഒക്കെ ആ വഴികളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ആ ഉല്ലാസത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് ആ ഒരു ഫീലിംഗ് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ ദിവസം അവധിയായിട്ട് പോവുകയാണ്. ഇന്നത്തെ പോലെ സേവനവാരോ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നുമില്ല, മറ്റൊരു തലത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ കൃത്യമായ തലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ശീലികൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. സോ ഇന്ന് ഒരിക്കൽ കൂടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധി ചെയ്ത ആ സേവനങ്ങളെ ഓർക്കാനും അതോടൊപ്പം ഗാന്ധിയൻ തത്വങ്ങളെ എങ്ങനെ മാനസിക തലത്തിൽ ഉപയോഗിക്കാമെന്നുള്ള ഒരു ചർച്ചയും ഇന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. എല്ലാവർക്കും ഗാന്ധി ജയന്തിയുടെ മഹത്തായ ദിവസത്തിൻ്റെ ഓർമ്മകൾ നൽകിക്കൊണ്ട് ഇന്നത്തെ ടോക്കിന് വേണ്ടി ഉലഹനാൻ സാറിനെ ക്ഷണിക്കുകയാണ്. ഉലഹനാൻ സാർ, യു ആർ വെൽക്കം. വളരെ സന്തോഷമുണ്ട്. എത്ര നേരം നെറ്റ് നിൽക്കുന്നു അത്രയും നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഞാൻ താഴത്തെ മുറിയിലേക്ക് വന്ന് കുറെ കൂടെയൊക്കെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഗാന്ധിജിയുടെ വാക്കുകളിലൂടെ തന്നെ ആദ്യം തുടങ്ങട്ടെ. അദ്ദേഹം പറഞ്ഞു, ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയും, അതല്ലാതെ പുതിയതൊന്നും എനിക്ക് പഠിപ്പിക്കാനില്ല. ഗിരിനിരകളുടെ പഴക്കം സത്യത്തിനും അഹിംസയ്ക്കും, അതല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും എനിക്ക് സംസാരിക്കാനില്ല, പഠിപ്പിക്കാനില്ല. സർ, ഒരു കണക്കില് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപകടാത്മകമായി മുന്നോട്ട് പോകുന്നത് ഇത് രണ്ടിൻ്റെയും കുറവല്ലേ എന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ വാക്യം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം. ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയും, അല്ലാതെ പുതിയതൊന്നും എനിക്ക് ലോകത്തെ പഠിപ്പിക്കാനില്ല എന്നാണ് ഗാന്ധിജി നമ്മളോട് പറഞ്ഞത്. കൂടുതൽ ഒരു കാര്യവും കൂടെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, കുറച്ച് മഹത്തുള്ള ആളുകളൊക്കെ വരുമ്പോൾ, സാർ ഞങ്ങൾക്ക് എന്ത് സന്ദേശമാണ് തരാനുള്ളത്? അവര് 100 സന്ദേശങ്ങൾ തരും. പക്ഷെ ഗാന്ധിജി പറഞ്ഞത്, ഈ സത്യത്തെയും അഹിംസയെയും സ്നേഹത്തെയും എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഞാൻ നിലനിർത്തി, അത് മാത്രമാണ് എൻ്റെ സന്ദേശം. നിങ്ങൾ എന്നെ വായിച്ചു പഠിക്കൂ. ഇന്ന് ഗാന്ധി ജയന്തി മാത്രമല്ല, ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു പേര് ഇതിന് അവർ കൊടുത്തിട്ടുണ്ട്, അന്താരാഷ്ട്ര അഹിംസാ ദിനം. അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ് ഇതിനെ വിളിച്ചത്. മറ്റൊരു ജയന്തി കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ പേര് വരട്ടെ, അത് ആര് സർ? ലാൽ ബഹദൂർ ശാസ്ത്രി സർ. അദ്ദേഹത്തിന്റെ ജന്മദിനവും കൂടിയാണ്. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇന്ന് വെളിച്ചത്തിന്റെ ദിനമാണ്.
പഠനത്തിന്റെ ദിനമാണ്. പല മക്കളുടെയും മനസ്സിൽ പഠനത്തിന്റെ, വിദ്യയുടെ, വെളിച്ചത്തിന്റെ വിത്ത് പാകുന്ന ദിവസമാണ്. എല്ലാം കൊണ്ടും ശക്തമായൊരു ദിവസത്തിലാണ് നമ്മളിപ്പോ വന്നു നിൽക്കുന്നത്. ഈ അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്ന് ഹലോ കേൾക്കുന്നുണ്ട്? ഓക്കെ. അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നതിനേക്കാൾ വലിയൊരു പേര് നൽകാൻ ഇതിനില്ല. ലോകരാഷ്ട്രങ്ങൾ ചേർന്ന് തീരുമാനമെടുത്തതാണ്. അതിന്നും അവരാദരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇപ്പോ ഇന്ത്യ മഹാരാജ്യത്തെ 300 വർഷങ്ങളോളം അടിമത്തത്തിന്റെ പിടിയിലമർത്തിയ ബ്രിട്ടനെ നേരിടാൻ അദ്ദേഹം എടുത്ത ആയുധമായിരുന്നു ഈ സത്യവും അതേപോലെ തന്നെ സത്യത്തോടൊപ്പം തന്നെ അദ്ദേഹം കയ്യിലെടുത്തത് അഹിംസയാണ്. അഹിംസ അഹിംസ അഹിംസ. അഹിംസയ്ക്കും സത്യത്തിനും ഉള്ള ശക്തി എന്താണെന്ന് ഏകനായൊരു വ്യക്തി നമ്മളെ പഠിപ്പിക്കുകയാണ് സ്വന്തം ജീവിതത്തിലൂടെ. സ്വന്തം ജീവിതത്തിലൂടെയുള്ള ഒരു പഠനമാണ് അഹിംസയിലൂടെ ഒരു രാഷ്ട്രത്തെ, ഒരു ഉപഭൂഖണ്ഡത്തെ രക്ഷിക്കാൻ കഴിഞ്ഞു 300 വർഷത്തിന്റെ വിദേശാധിപത്യത്തിൽ നിന്ന്. മൂർച്ചയുള്ള ആയുധമായിരുന്നു സത്യവും അഹിംസയും. അദ്ദേഹം ഒരു കുടുംബനാഥനെ പോലെ സ്വന്തം മക്കളെയും കുടുംബമെന്ന മഹാരാജ്യത്തെയും സംരക്ഷിക്കാൻ തൻ്റെ കയ്യിലെടുത്ത ആയുധം സത്യവും അഹിംസയുമായിരുന്നു. ഒരു പിതാവിന്റെ സ്ഥാനമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ആ മഹാത്മാവിന്റെ നമ്മൾ നൽകിയതാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഓരോ വർഷവും വരുന്ന അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. നമ്മൾ അദ്ദേഹത്തെ ആദരിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന പേരിലാണ്. അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തത് രാഷ്ട്രത്തിന്റെ പിതാവ് എന്നുള്ളതാണ്. നാം ചാർത്തി കൊടുത്ത പേരുകളെല്ലാം തന്നെ അദ്ദേഹത്തിൽ നിലനിൽക്കുകയാണ്. ഇന്നും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. സർ, നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഓർക്കാമോ മനുഷ്യനെ അദ്ദേഹത്തിന്റെ ജന്മദിനത്ത് ഒക്ടോബർ 2 ഗാന്ധിജിയെ നമുക്ക് കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ഇന്നും കാണാനായിട്ട് കഴിയും. അദ്ദേഹം സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചാണ് യഥാർത്ഥത്തിൽ മുന്നേറിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ സത്യാന്വേഷണത്തിലുള്ള വഴികളാണ് അദ്ദേഹം പറഞ്ഞു. മതങ്ങൾ പലർക്കും കലിപ്പാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഈ സത്യവും നീതിയും കളിയാടി മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് നൽകുന്ന സംഭവമാണ് മതങ്ങൾ എന്നാണ്. ആ ജീവിതധർമ്മങ്ങളിൽ വ്യക്തമായ ദർശനമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസം അതിൻ്റെ ലക്ഷ്യം തന്നെ മനുഷ്യരുടെ സ്വഭാവ രൂപീകരണമാണ്. മനുഷ്യന്റെ സ്വഭാവ രൂപീകരണമാണ് വിദ്യാഭ്യാസത്തിന്റെ ശക്തമായ ലക്ഷ്യം. ഇന്ത്യയുടെ സംസ്കാരം എന്തെന്ന് ഈ വിദ്യാഭ്യാസത്തിലൂടെയാണ് നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാനവ സേവ അത് തന്നെയാണ് മാധവ സേവ എന്നും അദ്ദേഹം നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു. മനുഷ്യനെ കാണാതെയുള്ള ദൈവത്തെ കാണുന്നത് നമുക്ക് എളുപ്പമല്ല, അല്ലെങ്കിൽ നടക്കാൻ പോകാത്ത കാര്യമാണ്. അത് സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം പഠിപ്പിച്ചു നമ്മളെ. സ്വന്തം ജീവിതം കൊണ്ടാണ് അദ്ദേഹം മാധവ സേവ നടത്തിയത്. ഈശ്വരനെ സേവിക്കാൻ മനുഷ്യനെ സേവിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ആ മനുഷ്യനോടുള്ള പ്രവർത്തനങ്ങൾ മാധവ സേവയായി അദ്ദേഹം എടുത്തു. അത് തന്നെയാണ് മതങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നത്.
ഈശ്വരനെ സേവിക്കാൻ തൻ്റെ കൂടപ്പിറപ്പിനെ സേവിക്കുക. അദ്ദേഹം പറഞ്ഞു, ആത്മശുദ്ധീകരണം കൂടാതെ ജീവജാലങ്ങളോടും താതാത്മ്യം പ്രാപിക്കാൻ പറ്റില്ല. അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു, ആത്മശുദ്ധീകരണമില്ലാതെ ജീവജാലങ്ങളോടും നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിയില്ല. ആത്മശുദ്ധി ഇല്ലെങ്കിൽ അഹിംസ അഹിംസ എന്ന ആ നിയമപാലനം ഒരു വിഫല സ്വപ്നം മാത്രമാണ് മനുഷ്യന് എന്നത്. അപ്പൊ വ്യക്തിയുടെ ശുദ്ധിയാണ് അവന്റെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവനെ സഹായിക്കുന്നത്, എളുപ്പമായി കൊണ്ടുപോകുന്നത്. അങ്ങനെ ഹൃദയശുദ്ധി ഇല്ലാത്തൊരു വ്യക്തിക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടില്ല, അത് ലഭ്യമല്ല, അത് സ്വപ്നം മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഗാന്ധിജി നമുക്ക് തന്ന അത്ഭുതകരമായ ഒരു തത്വമാണ് ആത്മവിശുദ്ധി. ഈ ആത്മവിശുദ്ധി ഇല്ലാത്ത ആൾക്ക് ഈശ്വരനിലേക്ക് എത്താൻ മാർഗമില്ല എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഈ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തങ്ങളെ പൂമാലയിട്ട് സ്വീകരിച്ചവരുണ്ട്, ദൂരെ നിന്ന് കല്ലെറിഞ്ഞവരുമുണ്ട്. അവർ ഈ സഹന സമരം വിഡ്ഢിത്തമാണെന്ന് ഉറക്കെ ഉറക്കെ ഘോഷിച്ചു. സഹന സമരത്തിലൂടെ വാളും പരിചയമില്ലാതെ ഒരു രാഷ്ട്രത്തെ മുക്തമാക്കാനുള്ള ഗാന്ധിജിയുടെ ശ്രമത്തെയാണ് അവരവഹേളിച്ചത്. എന്നാൽ ഗാന്ധിജിക്ക് തൻ്റെ സിദ്ധാന്തത്തിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ലക്ഷ്യത്തെ സാധൂകരിക്കാൻ ഈ അചഞ്ചല വിശ്വാസം അത്യാവശ്യമായിരുന്നു. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മൾ വേവറിങ് ആണ് എപ്പോഴും. എനിക്ക് മുന്നോട്ട് പോകണം, അചഞ്ചലമായ വിശ്വാസം എന്നിലില്ല. എൻ്റെ വിശ്വാസം ഓരോ തുരുത്തിൽ കൊണ്ട് കെട്ടി അവിടെ കാത്തിരിക്കുകയാണ്. ഗാന്ധിജി ഒന്നേ ചെയ്തുള്ളൂ, അചഞ്ചലമായ വിശ്വാസം. സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുക്കാമെന്ന അചഞ്ചലമായ വിശ്വാസത്തിലൂടെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. അതിന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് സത്യം മാത്രമായിരുന്നു. അദ്ദേഹം സത്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. മനുഷ്യബന്ധങ്ങളിൽ സത്യം തിരിച്ചറിയാൻ ഏകമാർഗം സത്യം മാത്രമെന്ന് തൻ്റെ ദർശനം അയാൾ ലോകത്തിന് വെച്ചുകൊടുത്തു. സത്യത്തെ കണ്ടെത്താനുള്ള ഏകമാർഗം സത്യം മാത്രമാണെന്നുള്ള ഗാന്ധിജിയുടെ വലിയ ദർശനം ലോകത്തിന്റെ മുൻപിൽ വെച്ചു. ലോകം അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോ ഗാന്ധിജി സത്യത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും സത്യം അന്വേഷിക്കുമ്പോൾ സത്യത്തിലൂടെ മാത്രമേ നേടാൻ കഴിയുള്ളൂ എന്നും ഈ ലോകത്തിന് പറഞ്ഞു കൊടുത്തു. ഈ ലോകം അത് അംഗീകരിക്കുകയും ചെയ്തു. 2007 ജൂൺ 15 ഐക്യരാഷ്ട്രസഭയുടെ പൊതുയോഗം നടത്തി ഒരു വിളംബരമുണ്ടാക്കി. ആ വിളംബരമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഗാന്ധിജിയുടെ ജന്മദിനം ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അന്ന് 192 അംഗങ്ങളിൽ 172 പേരും അതിന് സഹായകരമായി നിന്നു. അങ്ങനെ ഐക്യരാഷ്ട്ര സഭയുടെ ഈ തീരുമാനത്തെ വൻ രാഷ്ട്രങ്ങൾ, അമേരിക്ക, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചു. അത് ഇന്നും ഈ ദിവസം ഐക്യരാഷ്ട്ര ദിനോടൊപ്പം തന്നെ നമ്മളോടൊപ്പം തന്നെ അവരും ആചരിക്കുന്നു. വീണ്ടും ഞാൻ പറയുന്നത്, ഗാന്ധിജിയുടെ ദർശനങ്ങളിലെ സത്യവും നീതിയും സ്വാതന്ത്ര്യവും സ്വന്തം ജീവിതത്തിൽ പ്രവർത്തനമാക്കുമ്പോൾ നമുക്കും പരസ്നേഹവും സഹായ മനസ്ഥിതിയും ഉണ്ടാവും. ഗാന്ധിജിയുടെ തത്വങ്ങള് സ്നേഹവും പരസ്പര സഹായവുമാണ്. ഇത്തരത്തില് അദ്ദേഹത്തിന് ഇത് കിട്ടിയത് തന്നെ ക്രിസ്തുവിൽ നിന്നാണ്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക.
ഗാന്ധിജി പിടിച്ചെടുത്ത ഒരു പ്രത്യേക വാചകമാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത്. ആ സ്നേഹമാണ് അദ്ദേഹം പലപ്പോഴും നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു കൊച്ചു കഥ ഗാന്ധിയുമായി ബന്ധപ്പെട്ട്. ഗാന്ധിജി ഒരു പുഴയോരത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ത്രീ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുന്നത് കണ്ടു. അലക്കിയ ഭാഗം വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ തല മാറ്റി ഉടുത്ത് അടുത്ത ഭാഗം വൃത്തിയാക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം അവരെ പാസ് ചെയ്ത് കടന്നുപോയി. തൻ്റെ തലയിലെ തലപ്പാവ്, 5 മീറ്റർ നീളമുള്ള തലപ്പാവ്, തനിക്ക് തൻ്റെ സമുദായത്തിൽ നിന്ന് കിട്ടിയ തുടർച്ചയായ ഇത്തരം തലപ്പാവുകളിൽ അദ്ദേഹം മുന്നോട്ട് നീങ്ങി ആ നദിയിലെ വെള്ളത്തിലേക്ക് ആ തലപ്പാവ് പതുക്കെ എടുത്തു വെച്ചു. അത് പതുക്കെ പതുക്കെ ഒഴുകി ഈ അലക്കുന്ന സ്ത്രീയുടെ മുൻപിൽ വന്നു പെട്ടു. അവരത് ആർത്തിയോടെ എടുത്തു. ഇതൊരു വസ്ത്രത്തുമ്പാണ്. പക്ഷെ നീട്ടി നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഓ, ഇതൊരു സാരിയുടെ നീളമുണ്ട്. അവരത് പെട്ടെന്ന് തന്നെ അലക്കി പുറത്തേക്ക് എടുത്തു. സന്തോഷത്തോടെ ദൈവം തന്ന നിധിയായി അവർ വീട്ടിലേക്ക് പോയി. ഞാൻ ഇവിടെ ഇത് പറയാൻ കാരണം, സത്യത്തിനും നീതിക്കും പരസ്നേഹത്തിനും വേണ്ടി നിലനിന്ന ഗാന്ധിജി ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. അന്ന് അദ്ദേഹം ഒരു ശപഥം എടുത്തിരുന്നു. എൻ്റെ തലപ്പാവ് ഭാരതത്തിലെ ഓരോ സ്ത്രീക്കും വസ്ത്രങ്ങൾ കിട്ടുന്നതുവരെ, പൂർണ്ണമായി വസ്ത്രം കിട്ടുന്നതുവരെ ഞാൻ ഉപയോഗിക്കില്ല. യഥാർത്ഥത്തിൽ പിന്നീട് അദ്ദേഹത്തിന് തലപ്പാവ് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് സത്യം. അപ്പം മറ്റുള്ളവരോടുള്ള ദേഷ്യം, വൈരാഗ്യം, അസൂയ, അഹിംസ, ഇതെല്ലാം തന്നെ നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മളെ അതുവഴി മാനസിക സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. വ്യക്തിയുടെ ബഹുമുഖ വളർച്ചക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുമ്പോൾ നാം സാമൂഹ്യ ആരോഗ്യത്തിലേക്ക് വരുന്നു. അസൂയയും അഹങ്കാരവും വെറുപ്പും വിദ്വേഷവും നമ്മളിൽ നിന്ന് കളയണമെങ്കിൽ പരസ്നേഹം ആവശ്യമാണ്. അഹിംസാ തത്വങ്ങളിലൂടെ കടന്നു പോകണം. ഗാന്ധിജി നമുക്ക് പഠിപ്പിച്ചു തന്ന അഹിംസാ തത്വങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ നമ്മളിലുള്ള വികൃതമായ വികാരങ്ങൾ ഒന്നിനു പുറകെ ഒന്ന് നാം ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ നാം ഉപേക്ഷിക്കുമ്പോൾ നമ്മളിൽ മാനസികമാരോഗ്യം ഉണ്ടാവുകയും അങ്ങനെ ഉണ്ടാകുന്ന വ്യക്തികളുടെ ഒരു കൂട്ടമായി ഈ സമൂഹം മാറുകയും ചെയ്യും. ഗാന്ധിജി നമുക്ക് പറയാതെ പറഞ്ഞു തന്ന ഒരു മാനസിക ആരോഗ്യ നില, വളരെ വലിയ ഒരു മാനസിക ആരോഗ്യ നിലയാണ്. ആ നിലയാണ് അദ്ദേഹം നമുക്ക് തന്നത്. മറ്റുള്ളവരോട് അസൂയ തോന്നിയാൽ എൻ്റെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? മറ്റുള്ളവരോട് നമ്മുടെ അഹന്ത പ്രകടിപ്പിക്കാൻ നാം മുന്നിൽ വന്നാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നാം നമ്മളെ തന്നെ നശിപ്പിക്കുന്നു, നാം നമ്മളോട് തന്നെ ക്രൂരമായി പെരുമാറുന്നു. അതാണ് അതിൻ്റെ ശരി. അപ്പോൾ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിച്ചുകൊണ്ട്, മാനസികാരോഗ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് നാം സ്വയം സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭയമില്ലാത്ത മനസ്സിലാണ് സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ പടി. ഭയമില്ലാത്ത മനസ്സില് സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ പടി. നോക്കൂ, ഗാന്ധിജി ബാരിസ്റ്റർ പഠനം ഇവിടുന്ന് കഴിഞ്ഞ് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് സൗത്ത് ആഫ്രിക്കയിൽ. ആ സൗത്ത് ആഫ്രിക്കയിൽ അത് കഴിഞ്ഞ് അദ്ദേഹം മടങ്ങുന്ന ഒരവസരത്തിൽ അദ്ദേഹം 1-ാം ക്ലാസ് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ സഞ്ചരിക്കുകയാണ്. വെള്ളക്കാരൻ നോക്കിയപ്പോൾ അവൻ മാത്രം സഞ്ചരിച്ചിരുന്ന ആ ട്രെയിൻ കമ്പാർട്ട്മെന്റിലെ ഒരു കറുത്ത വർഗക്കാരൻ ആക്രോശിച്ചു. ആ സമയത്ത് ഗാന്ധിജി തന്റെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് കാണിച്ചു. ഒരൊറ്റ ചവിട്ടാണ് ഗാന്ധിജി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് പോയി. ഭീകരമായ മനസ്സിന്റെ ദുഃഖം, വെള്ളക്കാരന്റെ അഹന്തയെക്കുറിച്ചും കറുത്ത വർഗക്കാരന്റെ അടിമത്വത്തെക്കുറിച്ചും
അവനെ അടിമയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ചരിത്രം അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. അതും കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തുകയാണ്. സ്വന്തം നാട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അതിനേക്കാൾ ഭീകരമാണ്. ജാതിയും മതവും കൂട്ടിക്കുഴച്ച് സാധാരണ ജനങ്ങളെ അടിമകളാക്കി അവനെ ചൂഷണം ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇവിടെ കണ്ടത്. ബ്രിട്ടീഷ് ഭരണം അത് അവസാനിപ്പിക്കാൻ അദ്ദേഹം മനസ്സിൽ തീരുമാനമെടുക്കുകയാണ്. മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോകുമ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. സ്വന്തം നാട്ടിലെ കടൽ വെള്ളം വറ്റിച്ച് ഉപ്പെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. നികുതി കൊടുക്കണം. ഒറ്റയാൾ പട്ടാളമായി ഗാന്ധിജി മുന്നോട്ട് പോവുകയാണ് കടൽ തീരത്തേക്ക്, ദണ്ഡി കടൽ തീരത്തേക്ക്. തുടങ്ങിയത് ഒറ്റയ്ക്കാണെങ്കിലും ആയിരങ്ങൾ ഒന്നിനു പുറകെ ഒന്ന് അകമ്പടി സേവിച്ചു. ഈ ഉപ്പ് ഉപയോഗിക്കുന്ന സാധാരണ ജനങ്ങളോടുള്ള, എല്ലാ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമാണ്, മാനുഷികമായ സ്നേഹമാണ് ഇതിലേക്ക് പോയത്. ആദ്യം പറഞ്ഞു, മനസ്സിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ധൈര്യം ഉണ്ട് എങ്കിൽ ഏത് പ്രവൃത്തിക്കും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ സാമൂഹ്യാരോഗ്യത്തെക്കുറിച്ചും മാനസികാരോഗ്യത്തെക്കുറിച്ചും ഒക്കെ ആലോചിച്ചപ്പോൾ രണ്ട് പ്രധാന ഘടകങ്ങളിലാണ്, സത്യത്തിലും അഹിംസയിലുമാണ് നാം നയിക്കപ്പെടുന്നുവെങ്കിൽ നമുക്ക് മാനസികാരോഗ്യം നഷ്ടപ്പെടുകയില്ല എന്ന സത്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കുക. അപ്പോ ഇന്ന് ഗാന്ധിജിയുടെ സിദ്ധാന്തങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ അദ്ദേഹത്തിന്റെ അവസാന രംഗങ്ങളിലേക്കും കൂടി ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് മഹാത്മാവ് എന്ന പേര് ഇന്ത്യക്കാരനാണോ നൽകിയത്? അറിയാമോ ആർക്കെങ്കിലും? അദ്ദേഹത്തിന് മഹാത്മാവ് എന്ന പേര് നൽകിയത് ടാഗോർ. സാർ, അത് ടാഗോറൊക്കെ പിന്നീടാണ് നൽകിയത്. ദക്ഷിണാഫ്രിക്കയിലെ, സൗത്ത് ആഫ്രിക്കയിലെ ജനങ്ങളാണ്. അവർ പറഞ്ഞു, ഇന്ത്യക്കാർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെയാണ് ഞങ്ങൾക്ക് തന്നത്, ഞങ്ങൾ തിരിച്ചു നൽകുന്നത് ഒരു മഹാത്മാവിനെയാണ്. സർ, അപ്പോ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ഏറ്റവും ചുരുങ്ങിയ കാലം മാത്രമാണ് നിന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചതിന്റെ ഫലം അവർ മനസ്സിലാക്കിയപ്പോൾ അവർ അദ്ദേഹത്തിന് കൊടുത്തത് ഇത്രയും വലിയ മഹാത്മാവ്, മഹാത്മാഗാന്ധി. ഓക്കെ, ഞാൻ മുന്നോട്ട് പോവുകയാണ്. അത് സൗത്ത് ആഫ്രിക്കയിലെ ഒരു ചൊല്ല് തന്നെയാണ്. ഇന്ത്യക്കാർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ നമുക്ക് തന്നെങ്കിൽ നാം അവർക്ക് ഒരു മഹാത്മാവിനെയാണ് തിരിച്ചു നൽകുന്നത്, മഹാത്മാ ഗാന്ധിയെ. അദ്ദേഹം അവിടെ 2 വർഷക്കാലമേ കഷ്ടി നിന്നുള്ളൂ. ഒരു വീട് അവിടെ ഉണ്ട്. ആ വീട്ടിൽ 2 വർഷക്കാലം താമസിച്ചു. എൻ്റെ ഈ സൗത്ത് ആഫ്രിക്കൻ യാത്രയിൽ ആ വീട്ടിൽ എത്താൻ കഴിഞ്ഞു. അത് ഒരു ക്ഷേത്രം പോലെ അവിടുത്തെ ജനം ഇപ്പോഴും ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ക്ഷേത്രം പോലെ സംരക്ഷിക്കുന്നു. അവിടെ വരുന്നവർക്ക് 2 മുറികളുള്ള ഒരു ഗസ്റ്റ് ഹൗസും അതിനോട് ചേർന്നുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. സ്വന്തം നാട്ടിലെ ഗാന്ധിക്ക് നാം കൊടുക്കുന്ന ബഹുമാനത്തിന്റെ എത്രയോ ഇരട്ടിയാണ് വിദേശിയായ സൗത്ത് ആഫ്രിക്കൻ ജനത ഇന്നും അദ്ദേഹത്തിന് കൊടുക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. അദ്ദേഹത്തിന്റെ ഈ 2 പ്രധാന തത്വങ്ങളിൽ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ട എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, മാധവസേവയാണെന്ന് വിശ്വസിച്ച അദ്ദേഹം പ്രാർത്ഥനായോഗങ്ങളിൽ ചെല്ലാറുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനാ യോഗത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചത് വെടിയുണ്ടകളായിരുന്നു. ആ വെടിയുണ്ടയിൽ പിടഞ്ഞു വീഴുന്നതിന് മുമ്പ്
അദ്ദേഹം ഹേ റാം എന്ന 2 വാക്കുകളാണ് ഉച്ചരിച്ചത്. ആരോടും ഒന്നും പറയാതെ ആ വ്യക്തി അവിടെ പതുക്കെ അവസാനിക്കുകയാണ്. ആ മഹാത്മാവിൻ്റെ ഹേ റാം എന്ന വിളി മാധവ സേവയോടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു. പ്രാർത്ഥനാ യോഗങ്ങളിൽ എത്രയോ പേർക്ക് നന്മയും സന്തോഷവും നൽകാൻ കഴിഞ്ഞിരുന്നു മാധവസേവ. അങ്ങനെ അദ്ദേഹത്തിന് പൂർത്തിയാവുകയാണ് ഹേ റാം എന്ന വാക്കിലൂടെ. ബ്രിട്ടീഷുകാർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വധിക്കാമായിരുന്നു, നിസ്സാരമായി. പക്ഷേ അവരവരുടെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അംഗീകരിച്ചിരുന്നു. ഇന്ത്യക്കാർ അദ്ദേഹത്തോട് ചെയ്തത് അനീതിയാണ്. എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുകയാണ്. ഗാന്ധിജിയോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി നമുക്കിനി ചർച്ചകളിലേക്ക് നീങ്ങാം. സർ. താങ്ക് യു സാർ. തീർച്ചയായും മഹാത്മാഗാന്ധിയെ പോലെ തന്നെ നമ്മളെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഒരു മഹാത്മാവ് തന്നെയാണ് ഉലഹന്നാൻ സാറ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചത്. അത്രമാത്രം സ്വാത്വികനായ, പരസ്നേഹിയായ ഒരു വ്യക്തി. കൃത്യമായിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് ഓരോ വ്യക്തികളെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ഒരു ഓർമ്മകളെ നിലനിർത്താൻ തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. മാനസികാരോഗ്യത്തിന് ഗാന്ധിയൻ തത്വങ്ങൾ അത്രമാത്രം കൃത്യതയോടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സത്യം, ട്രൂത്ത് എന്ന് പറയുമ്പോൾ ചിന്തകളെ അതിൻ്റെ പരിധിയിൽ നിലനിർത്തുക, അതിലൂടെ ഒരു ആത്മബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എത്രമാത്രമാണല്ലേ നമ്മൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ചുറ്റുപാടുകളെക്കാൾ കൂടുതൽ നമുക്കങ്ങനെ നമ്മൾ ആ സത്യത്തിൽ നിൽക്കുകയും ചുറ്റുപാടുകൾ സത്യത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഒരു തലം പറയുന്നുണ്ട് അഹിംസ, അതുപോലെ തന്നെ സത്യാഗ്രഹം, സ്വയം സത്യത്തിനായി പോരാടുന്ന അവസ്ഥ. അപ്പം ഇങ്ങനെ അതുപോലെ സാമൂഹികമായിട്ടുള്ള ഉന്നമനം, ഇതെല്ലാം നോക്കുമ്പോൾ എത്ര മഹത്തരമായ ആശയങ്ങളിലൂടെയാണ് മഹാത്മാഗാന്ധി ജീവിച്ചത്. ഒരുപക്ഷെ വളരെ ശ്രദ്ധയോടെ നോക്കിയാൽ ചില ചിന്താഗതികൾക്ക് ചില വ്യത്യാസങ്ങൾ ഇന്നത്തെ കാലം വെച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എങ്കിൽ പോലും അത്ര കൃത്യതയോടെ പറഞ്ഞു വെച്ചതുപോലൊരു ജീവിതം, ആ ജീവിതത്തെ നമുക്ക് എത്രമാത്രം ചേർത്ത് വെച്ചുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കാനുള്ളത്. ഞാൻ ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് അമർജ്യോതി മാമിനെയാണ്. മാമിൻ്റെ പേര് പോലും അതിനോടുകൂടി ചേർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അമർജ്യോതി മാം, മഹാത്മാഗാന്ധിയെക്കുറിച്ചും നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഈ ഒരു ദിവസത്തെക്കുറിച്ചൊക്കെ പറയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തുടങ്ങാം. താങ്ക് യു സർ. താങ്ക് യു സാബു സാർ. താങ്ക് യു ലഹന്നാൻ സർ. സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഇത് ആപ്റ്റ് പേഴ്സണെയാണ് സാർ സെലക്ട് ചെയ്തത്. ഹിസ് ഫിറ്റ് ഫോർ ദാറ്റ്. സാറിന്റെ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്തൊരു വിനയത്തിലാണ് സംസാരിക്കുക. അത് വളരെ അത് സാറിന്റെ ആ പേഴ്സണാലിറ്റി നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. സാർ ആ പറയുന്നതും അത്ര സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് പറയുന്നു. ഹാറ്റ്സ് ഓഫ് ടു യു സാർ. പിന്നെ സാറേ, സാറിനെ ഞാൻ ഈ മഹാത്മാഗാന്ധിന്റെ ഏറ്റവും അദ്ദേഹം അന്ന് സെൽഫ് ഹിപ്നോസിസ് ദിവസം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അതായത് അദ്ദേഹം ത്രൂ കാലം മുമ്പേ സ്വപ്നം കണ്ടിരുന്നു ഇംഗ്ലീഷുകാരോടുന്ന് കെട്ടി ഒരു ആയുധങ്ങൾ ഉപയോഗിക്കാതെ. അപ്പൊ എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി, ഇത് വെറൊരു ഭ്രാന്തമായ ചിന്താഗതിയാണ്. പക്ഷെ ശരിക്കും അത്രയും വലിയ എല്ലാ സൗകര്യങ്ങളുള്ള ഇംഗ്ലീഷുകാരുടെ അടുത്തുനിന്ന് ഒരു വെടിയുണ്ട പോലും പിന്നെ ഏൽക്കാതെയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. അത് അദ്ദേഹത്തിന്റെ ആ എന്താ പറയുക മനക്കരുത്ത് എന്നല്ലാണ്ട് എന്താ പറയേണ്ടത്. എന്നിട്ട് നമുക്ക് പിന്നെ ലജ്ജിക്കേണ്ടി വരാം. നമ്മളെ നാട്ടുകാരാണ് അദ്ദേഹത്തെ വധിച്ചത്. അത് ആലോചിക്കുമ്പോ ഇന്നും ആ വേദന തീരൂല, ഒരിക്കലും തീരൂല. അത് നമ്മൾക്ക് ഏറ്റവും ലജ്ജിക്കേണ്ട ഒരു കാര്യം തന്നെ. പിന്നെ സാറിന്റെ പിന്നെ ബേസിക് എഡ്യൂക്കേഷൻ സാർ അന്ന് മഹാത്മാഗാന്ധി അന്നേ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ബേസിക് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം ശരിക്കും ഏറ്റവും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണെങ്കിൽ അത്രയും പാവങ്ങളുള്ള ഇന്ത്യയായിരുന്നു. അവരെ മുന്നോട്ടേക്ക് നയിക്കണമെങ്കിൽ കുട്ടികൾക്ക് ശരിക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അദ്ദേഹം ഭയങ്കര ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം തൊടാത്തൊരു മേഖലയില്ല. ഭക്ഷണ കാര്യത്തിലും ഗോപ്തി ടോക്ക് ജീവിതം തന്നെ അയാള് ജീവിച്ചു കാണിച്ചു. അതുപോലെ
പിന്നെ എനിക്ക് വിഷമമുള്ളത് എന്താണെങ്കിൽ അദ്ദേഹം സ്വന്തം മക്കളെ കാര്യത്തിൽ തീരെ ശ്രദ്ധിച്ചില്ല എന്നൊരു സങ്കടം. അതായത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം നമ്മളെ കുടുംബത്തിനെ നന്നാക്കുക, അതിനോടൊപ്പം നാട്ടുകാരെ നന്നാക്കുക. അദ്ദേഹം അത് തീരെ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നിപ്പോകും. അദ്ദേഹത്തിന്റെ കുട്ടികളൊക്കെ വളരെ ഇതായിപ്പോയിന്ന് ഏതോ ഒരാളെങ്ങനെ ശരിയായിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നമ്മളിൽ പലർക്കും ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അതിന്റെ വഴിയെ പറ്റി ആരും ചിന്തിക്കില്ല. എന്ത് വഴിയിലൂടെയും ലക്ഷ്യം നേടാന്നുള്ള. പക്ഷെ അദ്ദേഹം മാർഗവും കൂടി ശരിയായിരിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച മഹാവ്യക്തിയാണ്. അതാണ് ഏറ്റവും വേണ്ടത്. പിന്നെ വാല്യൂവിനെ പറ്റി, ജീവിതത്തിലെ വാല്യൂ, ഒരു മനുഷ്യന് വാല്യൂ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ മനുഷ്യൻ ജീവിക്കാത്ത നല്ലത്. അപ്പൊ വാല്യൂ നഷ്ടപ്പെടാതെ നോക്കണമെങ്കിൽ നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കണം. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചെറിയ കുട്ടിയായിരിക്കുന്നേരം മുതൽ, അതായത് സാറ് കോപ്പി അടിക്കാൻ പറഞ്ഞപ്പോ കോപ്പി അടിക്കാതിരുന്ന് അന്ന് മുതൽ സത്യത്തെ പുൽകിക്കൊണ്ടിരുന്ന്, അതായത് അദ്ദേഹത്തിനെ മാറ്റിമറിച്ചത് ഹരിശ്ചന്ദ്രന്റെ കഥയാണെന്ന്. ആ ചെറുപ്പത്തില് ആ കഥ വായിച്ചതാണല്ലോ അദ്ദേഹം അത്രയും മനസ്സിൽ ഇത്രയും സത്യസന്ധത പുലർത്താൻ കാരണം എന്നൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചത് ഓർക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. താങ്ക് യു സാർ. തീർച്ചയായും താങ്ക് യു മാം. അതുപോലത്തെ മോറൽ കഥകളുടെയൊക്കെ കുറവും അല്ലേ, അങ്ങനെയുള്ള മഹാത്മാക്കളുടെയൊക്കെ ജീവിതത്തെ പകർത്താൻ ഒക്കെ പറ്റാത്തത് തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ. ജ്യോതികുമാർ സാർ പറഞ്ഞോളൂ. ഗാന്ധിജി തുടങ്ങി വെച്ച യാദൃശ ധീരതയും സത്യാന്വേഷണ കഥകളും ഒരു കാലത്ത് ജനങ്ങൾ അംഗീകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ലോകത്തൊട്ടാകെ നോക്കുകയാണെങ്കിൽ ഇന്ന് അഹിംസാവാദമാണ് ഉണ്ടാവുന്നില്ല, ഹിംസാവാദമാണ് ഉണ്ടാകുന്നത്. കാരണം ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ സമാധാനത്തിന് വേണ്ടി കാംക്ഷിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ അതല്ല നടക്കുന്നത്. ആശയത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ഹിംസ മാതൃകയെ സ്വീകരിക്കുന്ന ശക്തികളാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അവരെല്ലാം തന്നെ ഒരു കാലത്ത് ഗാന്ധിജിയാണ് ശരിയെന്ന് പറയുന്ന കാലം അതിവിദൂരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം ഈ സത്യം എല്ലാ കാലത്തും പുലരേണ്ടതാണ്. അതുപോലെ തന്നെ അഹിംസയും. നമ്മുടെ ജനങ്ങൾ ഏകോദര സഹോദരങ്ങൾ പോലെ ജീവിക്കുന്ന ഒരു കാലം വരണം. എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ. ജാതിയുടെ മതത്തിന്റെ പേരിലുള്ള വിരോധങ്ങളും അക്രമങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ഉദ്ദേശിക്കുന്ന രാജ്യപുരോഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഈ ഗാന്ധിജിയെ സ്മരിക്കുന്ന ഈ വേളയിൽ ആ മഹാനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കാനുള്ള അവസരം കിട്ടിയതിൽ ഞാനിന്നും കൃതാർത്ഥനാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുവാക്കൾ വിസ്മരിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. രാജ് സാർ. താങ്ക് യു സാർ. ഗാന്ധി ജയന്തി ദിനത്തിൽ വളരെ ഉന്നതമായ ചിന്തകൾ അവതരിപ്പിച്ചതായിട്ടുള്ള നമ്മുടെ സാറിന് പ്രത്യേകമായ നന്ദി. അദ്ദേഹത്തിൻ്റെ ഗാന്ധിയുടെ ചിന്തകൾ അതേ അർത്ഥത്തിൽ തന്നെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. മഹാത്മാഗാന്ധിക്ക് സൗത്ത് ആഫ്രിക്കയിലുള്ളതായ ട്രെയിനിലുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തെ ചവിട്ടിപ്പുറത്താക്കിയതായ ടിക്കറ്റ് എക്സാമിനറിൻ്റെ പേര് പോലും ആർക്കറിയില്ല. എന്നാൽ അദ്ദേഹത്തെ പുറത്താക്കിയ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മഹാത്മാഗാന്ധി റെയിൽവേ സ്റ്റേഷൻ എന്നും ആണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് താഴ്മയുടെ അല്ലെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള നോൺ വയലൻസിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മറ്റുള്ള നേതാക്കന്മാരെല്ലാം ഡൽഹിയിൽ അവരുടെ അധികാരങ്ങൾക്ക് വേണ്ടി കടിപിടിച്ചു പോരുന്ന സമയത്ത്
ഈ സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് കാരണമായി തീർന്ന മഹാത്മാഗാന്ധി അവിടെയൊന്നും ഇല്ലായിരുന്നു. അവിടുന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ ഈസ്റ്റ് ബംഗാളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ളതായ ആ കലഹം അല്ലെങ്കിൽ അവരുടെ ആ വർഗീയ ലഹള നടക്കുന്നിടത്ത് അവർക്ക് അവിടെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം അവിടെയായിരുന്നു. അവിടെ അദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കുകയായിരുന്നു. അതേസമയം മറ്റുള്ള നേതാക്കന്മാരൊക്കെ ഡൽഹിയിൽ ഈ അധികാരത്തിൻ്റെ അപകർഷണത്തിന് വേണ്ടി അവിടെ ഇങ്ങനെ നിന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ മഹത്വം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അദ്ദേഹം പറയുന്നത് an eye for eye will make the whole world blind. കണ്ണിന് പകരം കണ്ണെന്ന് പറയുന്ന ആ തത്വം ലോകത്തെ മുഴുവൻ തന്നെ അന്ധതയിലേക്ക് നയിക്കും. വേർ ദർ ഈസ് ലവ് ദർ ഈസ് ലൈഫ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെ സ്നേഹമുണ്ടോ അവിടെയാണ് ജീവിതമുള്ളത്. ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു ടുഡേ. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഭാവി. അതിനെയാണ് നിശ്ചയിക്കുന്നത്. വേർ ദർ the weak cannot forgive. Forgiveness is the attribute of the strong. അതായത് ബലഹീനർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ ക്ഷമയെന്ന് പറയുന്നത് ശക്തരായ മനുഷ്യരുടെ ലക്ഷണമാണെന്ന് അദ്ദേഹം പറയുന്നത്. പിന്നെ ഹാപ്പിനെസ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഹാപ്പിനെസ് ഈസ് വെൻ യുവർ തോട്ട്സ്, യുവർ വേർഡ്സ് ആൻഡ് യുവർ ആക്ഷൻ ആർ in the same harmony. In your happiness is when your thoughts, when your words and when your action are in harmony. നമ്മൾ ചിന്തിക്കുന്നതിനെ പറയുന്നതിനെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുന്നതല്ല പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞതുപോലെ പറയുന്നത് പ്രവർത്തിക്കുവാൻ കഴിയണം. അതില്ലാത്തതാണ് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെയും ഏറ്റവും വലിയ കുറവെന്ന് നമുക്കറിയാൻ സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ തീർച്ചയായിട്ടും ഇത്തരം ഉന്നതമായ ചിന്തകൾ നമുക്ക് പറഞ്ഞു തന്നതായിട്ടുള്ള സാറിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സാർ. ജ്യോതിമാർ സാർ. യെസ് സാർ, എനിക്ക് പെട്ടെന്ന് എന്തോ സൂം വർക്ക് ചെയ്തില്ല, അതാണ് സ്ട്രക്കായി പോയത്. ഞാനപ്പോൾ വീണ്ടും പുറത്ത് കയറി വന്ന. ഓക്കെ സാർ, എന്തായാലും നമ്മളെ ഉലഹന്നാൻ ഗാന്ധി സാർ നമസ്കാരം. കാരണം നമ്മളെ ജ്യോതി മേഡം പറഞ്ഞ പോലെ ശരിക്കും ഒരു ഗാന്ധിജിയുടെ എല്ലാ ക്വാളിറ്റിയും ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് നമ്മുടെ ഉലഹന്നാൻ സാർ. അതിന് ആ സാബു സാറിനെ ഞാൻ അഭിനന്ദിക്കുക. കാരണം ഇന്നത്തെ ദിവസത്തിന് പറ്റിയ ഒരാളെ തന്നെ കണ്ടെത്തി എന്നുള്ളത് മേഡവും പറയുന്നു, ഞാനും അതിനെ എന്താ പറയേണ്ടത് സപ്പോർട്ട് ചെയ്യാണ് എന്തായാലും. കാരണം ഈ ഗാന്ധിജിയെ പറ്റിയൊക്കെ സംസാരിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് പറ്റുള്ളൂ. അതൊന്ന്. രണ്ട്, നമ്മൾ ഈ ഗാന്ധിജിയുടെ ജീവിതത്തെപ്പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ഇത്രയും എൻ്റെ ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് തരാനുള്ള എൻ്റെ സന്ദേശം എന്ന് പറയുന്ന അത് പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടല്ലേ അദ്ദേഹം ജീവിച്ചത്. ഇതുപോലുള്ളൊരു നേതാവിനെ നമുക്ക് കാണാൻ വലിയ പ്രയാസമാണ്. ഉണ്ടോ? ഇന്ന് തീരെയില്ല ഇന്നത്തെ കാലത്ത്. എങ്കിലും കാമരാജ നാടാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അദ്ദേഹവും വളരെ ലളിതമായ ജീവിതം നയിച്ചൊരു മനുഷ്യനായിരുന്നു. വിദ്യാഭ്യാസം വളരെ കുറഞ്ഞ ആൾ, പക്ഷേ വളരെ ജനഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ മാനവസേവ മാധവ സേവ, ഭയമില്ലാത്ത മനസ്സാണ് സ്വാതന്ത്ര്യം. കറക്റ്റ്. ആ തരത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് 3 ആളുടെ എന്താ പറയേണ്ടത് ജന്മദിനങ്ങളും കൂടിയാണ്. എല്ലാത്തിനും വളരെ വിശദമായി നമ്മളെ ഉലഹന്നാൻ സാർ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമുക്ക് ഉലഹന്നാൻ സാറിൻ്റെ പേരിൻ്റെ കൂടെ ഒരു ഗാന്ധി കൂടി ചേർക്കാം. അതിനുള്ള എല്ലാ അർഹതയും സാറിനുണ്ട്, നമുക്ക് ചേർക്കാം. ഉലഹന്നാൻ സാർ പോയോ? രാജു സാർ ശരിയല്ലേ ഞാൻ പറഞ്ഞ മേഡം? ഇല്ലേ? കറക്റ്റാ. സാറിനോട് പോയി കാണുന്നില്ലല്ലോ. ഓട്ടെ. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കാലത്ത് ഗാന്ധിയൻ തത്വങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അഹിംസ അല്ലെങ്കിൽ മൗനവ്രതം അല്ലേ? മൗനവ്രതം
ഒരു ദിവസം പൂർണ്ണമായിട്ടും അദ്ദേഹം ഉണ്ടായിരുന്നു. നമുക്കറിയാം നെഹ്റുവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആ ഒരു ദിവസം തന്നെ നെഹ്റു തെരഞ്ഞെടുത്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ഈ പറഞ്ഞ പോലെ മാനസികാരോഗ്യത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യം, മാനസികം മാത്രമല്ല ശാരീരിക തലത്തിലും എല്ലാം അദ്ദേഹം ചെയ്ത എല്ലാ പ്രവൃത്തികളും അത്രമാത്രം മാതൃകാപരമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇനി ആരാ സംസാരിക്കുന്നത്? ബൈജു സാർ, റോയ് സാർ? യെസ്, അബ്ദുൽ സാർ പറയൂ. സാർ കേൾക്കാമോ? കേൾക്കാം, പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ദിവസത്തിന്റെ മഹാത്മ്യം കണക്കിലെടുത്ത് ഇങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുത്ത വിങ്സ് ഓഫ് ലൈഫിനും പ്രിയപ്പെട്ട സാബു സാർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ സാബു സാറ് തെരഞ്ഞെടുത്ത ഉലഹനാൻ സാറ് വളരെ വളരെ ലളിതമായി, വളരെ ആഴത്തിൽ, വളരെ നല്ല ഒരു ടോണിൽ, വളരെ നല്ല രീതിയിൽ നമ്മൾ ഗാന്ധിയെ സ്മരിച്ചു, ഗാന്ധിയുടെ പല കാര്യങ്ങളും പറഞ്ഞു. ആർക്കും ഒരുപാട് നന്ദി പറയുന്നു. സാബു സാറ് തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ പഴയ നമ്മളെ കുട്ടിക്കാലത്തെ സേവനവാരമൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് വല്ലാതെ ഇരച്ചു കയറി വന്നു. സേവനവാരം നമ്മൾ കുറെ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇലയിൽ നമ്മളെ തേക്കിന്റെ ഇലയിലുള്ള പായസം, അങ്ങനെയായിട്ട് കുട്ടിക്കാലത്തെ കുറെ ഓർമ്മകളൊക്കെ പെട്ടെന്ന് അങ്ങനെ ഇരച്ചു കയറി വന്നു. അപ്പോൾ സാർ അങ്ങനെ ഓർമ്മിച്ചതിനും താങ്ക് യു പറയുന്നു. പിന്നെ മറ്റു കാര്യങ്ങൾ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞതുപോലെ ഗാന്ധിജി പിന്നെ ഐൻസ്റ്റീൻ പറഞ്ഞതായിട്ട് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അങ്ങനെ ഇതുപോലെ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ ഇവിടെ പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത് സത്യത്തിൽ വരും തലമുറയല്ല, നമ്മളെ ഈ തലമുറയ്ക്ക് തന്നെ ഇപ്പൊ അത് വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ അവിശ്വസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറിപ്പോയതായി തോന്നുന്നു. അതേ സമയത്ത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലത്തില് ഇപ്പോ പ്രസക്തമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും, ഇപ്പൊ വികേന്ദ്രീകരണ അധികാരം, അതുപോലെ പിന്നെ ഉൽപാദനം, വളരെ ചെറിയ രീതിയിൽ പൊല്യൂഷൻ ഇല്ലാത്ത ഉൽപാദനം, വിഷരഹിത കൃഷി, വിഷരഹിത ആഹാരം, പിന്നെ അവനവന്റെ ആരോഗ്യം വേണമെങ്കിൽ അവനവൻ നേരത്തെ പറഞ്ഞ പോലെ അവനവൻ അഹന്തയും അസൂയയൊക്കെ ഒഴിവാക്കിയും മാത്രമേ അവനവന്റെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പഴയതിനേക്കാൾ ഒരുപാട് പ്രസക്തമായിരിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നേരത്തെ പറഞ്ഞവരൊക്കെ പറഞ്ഞതാണ്, ഞാനത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഒരു ഇതിൽ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ച് റിപ്പീറ്റ് ചെയ്യാണ്. പിന്നെ ചെറിയൊരു കാര്യം വായിച്ചത് ഓർമ്മ വന്നത് 1906 മറ്റോ ഈ ലണ്ടനിൽ വെച്ചിട്ട് അവിടെയുള്ള അധികം അറിയപ്പെടാത്ത ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾ ഒരാൾ ഇവിടെയുള്ള ഒരാളെ ആളെ കാലാപാനി ജയിലിലേക്ക് അയച്ചതിന് പ്രതികാരമായിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥനെ വെടിവെച്ച ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ആ വെടിവെച്ച ഇന്ത്യയിലെ ആ വിദ്യാർത്ഥി ശരിക്കും ആ ഉദ്യോഗസ്ഥനായിട്ട് നല്ല ബന്ധമുള്ള ആളായിരുന്നു. അപ്പോൾ വിശ്വസിച്ച് വന്നതാണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് പിസ്റ്റൾ എടുത്ത് 2 കണ്ണിലേക്കാണ് വെടിവെച്ചത്. അപ്പൊ അവിടെ ഗാന്ധിജി എത്തിയിട്ട് ഗാന്ധിജി അതിനെ നിശ്ചിതമായിട്ട് വിമർശിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയാണ് അധികാരം ബ്രിട്ടീഷുകാരെ തുരത്തി അധികാരം പിടിച്ചെടുക്കുന്നത് എങ്കിൽ നിങ്ങൾ നാളെ എങ്ങനെയാണ് ഇന്ത്യക്കാരെ ഇതുപോലെ തന്നെയല്ല ഭരിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ കാലത്തിൽ മുന്നേ സംസാരിച്ച ആൾ പറഞ്ഞ പോലെയൊക്കെ എല്ലാം ശരിയായി വരികയാണ്. ഗാന്ധിജി അന്ന് പറഞ്ഞതുപോലെ ശരിയായി വരികയാണ്. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കൂട്ടത്തിൽ പിന്നെ നമ്മളൊക്കെ കേട്ട് കാണും, കൽപ്പറ്റ നാരായണ മാഷയുടെ ഗാന്ധിയെ കുറിച്ചുള്ള ചെറിയൊരു കുട്ടി കവിതയുണ്ട്. സാബു സാർക്കൊക്കെ അറിയായിരിക്കും. ഗാന്ധി എന്നാണ് കവിതയുടെ പേര്. അത് ഇങ്ങനെയാണ്: ഗാന്ധിയെ വരയ്ക്കാൻ എളുപ്പമാണ്, വളരെ ചെറിയ കുറച്ച് വരകൾ മതി. ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ്, ഉള്ള വേഷങ്ങൾ അഴിച്ചു കളഞ്ഞാൽ മതി. ഇതായിരുന്നു ആ കവിത. ഗാന്ധിയെ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്, വളരെ കുറഞ്ഞ വരകൾ മതി. ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ്. നമ്മളെ ഈ ഇതിലുള്ളോ സ്കൂളുകളിലൊക്കെ പ്രച്ഛന്ന വേഷത്തിൽ ഗാന്ധി വേഷം കെട്ടുന്ന, ഇപ്പൊ അതിനൊക്കെ പരാമർശിച്ചിട്ടായിരിക്കണം. ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ്, ഉള്ള വേഷങ്ങൾ അഴിച്ചു കളഞ്ഞാൽ മതി. അത് നാരായണ മാഷയുടെ കവിത കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നു, കേട്ടതായിരിക്കും. എന്തായാലും ഇങ്ങനൊരു സംഭവം, ഒരു പരിപാടി സംഘടിപ്പിച്ചതിനും നമ്മൾ അതിൽ ഒത്തുചേരാൻ പറ്റിയതിലും ഈ ദിവസത്തിന്റെ
ഞാൻ കൂടി പങ്കുചേരുന്നു. എല്ലാവർക്കും പങ്കെടുത്തവർക്കൊക്കെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. ഇത് ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധി താമസിച്ചിരുന്ന വീടാണ്. ഉലയനാൻ സാറ് ആഫ്രിക്കയ്ക്ക് പോയപ്പോൾ എടുത്താണ്. അപ്പോൾ സാറിൻ്റെ ശേഖരത്തിലുള്ള ഒരു ഫോട്ടോ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധവും കൂടെ ഇന്ത്യയിൽ മാത്രമല്ല തെക്കേ ആഫ്രിക്കയിലും വെച്ചും ഗാന്ധിയുടെ ബന്ധം അദ്ദേഹം നേരിട്ട് കണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. ഓക്കെ, സോ താങ്ക് യു ഉലയനാൻ സാർ. അഗെയിൻ വേറെ റോയ് സാർ ഉണ്ടോ? യെസ്, സാറിന്റെ ഇടത്തും വലത്തും ഗാന്ധിയാണ്. സാറിന്റെ ഇടത്തും വലത്തും. സാർ അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ആകുന്നില്ല. യെസ്. ഓക്കെ സർ, ഇന്നത്തെ ദിവസം ഗാന്ധിയെക്കുറിച്ച് ചിന്തിക്കാനും അദ്ദേഹത്തിന്റെ ജീവിത കാര്യങ്ങളൊക്കെ ഓർക്കാനുമുള്ള അവസരമുണ്ടാക്കിയ സാബു സാറിനും അത് വളരെ ഭംഗിയായി നിർവഹിച്ച ഉലയനാൻ സാറിനും ആദ്യമായി വലിയൊരു നമസ്കാരം. ഗാന്ധിയൻ ചിന്താഗതികൾ ഇപ്പോൾ നമ്മളിൽ നിന്നും അന്യം നിന്ന് പോയതായിട്ടാണ് പുതിയ തലമുറയിൽ കാണുന്നത്. എന്നാൽ ഇത് ഒരു വലിയ ഈശ്വര തുല്യമായ ചില കഴിവുകളായിരുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത്. അത് മനുഷ്യന് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന സാഹചര്യങ്ങളും കുറെ ഗാന്ധിയൻ ചിന്താഗതിയുമായി നടക്കുന്ന വ്യക്തികളെയൊക്കെ ഒരു വലിയ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ പാർക്കിലൊക്കെ ഗാന്ധിയുടെ പ്രതിമ ഉള്ളപ്പോൾ അവിടെ കയറി വരുന്ന പ്രായമായവരും മറ്റവരും ഒക്കെ വണങ്ങിക്കൊണ്ട് ആ പാർക്കിലേക്ക് കയറുന്നു. ഇവിടെയൊക്കെ ഗാന്ധിയൻ പ്രതിമകളൊക്കെ വല്ല സമരം തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടും മറ്റതിനും ഒക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കാനും ഇന്നത്തെ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു പ്രേരണ കൊടുക്കാൻ ഗാന്ധിയൻ ചിന്താഗതികൾ ഉപകരിക്കുന്നതിന് തിരഞ്ഞെടുത്ത ഇന്നത്തെ ദിവസത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. താങ്ക് യു. തീർച്ചയായിട്ടും സാർ. നമ്മൾ ഗാന്ധിജിയുടെ വാരാഘോഷത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് പൂന്തോട്ടങ്ങളായിരിക്കും അല്ലേ? ഓരോ ക്ലാസ്സിലും കുട്ടികൾ ചേർന്ന് ഒരു പൂന്തോട്ടം ഉണ്ടാക്കുകയും പിന്നെ അതിനുള്ളത് ചെടികൾ നടുക, എന്തെന്തൊക്കെ പ്രോഗ്രാംസ് ആയിരുന്നു അന്ന് സേവന വാരമാണ്. ഒരാഴ്ച മുഴുവൻ ആ പ്രോഗ്രാംസാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എന്തൊരു ഉത്സാഹമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. സേവനവാരം എന്ന് എഴുതിയൊരു പോസ്റ്റർ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഗാന്ധി ജയന്തിയുടെ ഭാഗമായിട്ടെന്നൊക്കെ ഉള്ള ഒരു വ്യത്യാസമാണ്. നോട്ടിൽ കൂടെ പരിചയമുള്ളൂ ഇന്നത്തെ തലമുറയ്ക്ക്. നോട്ട്, വലിയ ഗാന്ധി, ചെറിയ ഗാന്ധി. സത്യത്തിൽ നമ്മുടെ മൂല്യങ്ങളും പൈതൃകവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഇതുപോലത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. അത് പ്രായോഗിക. അതെ അതെ. രമാവതി മാം പറയും സാറേ. 2 വാക്ക് പറയാം. എന്നാ പറഞ്ഞോളൂ. ഓക്കെ. വേറെ വല്ലവരും ഉണ്ടോ? ഇല്ല പറഞ്ഞു. 1869 ഒക്ടോബർ 2 ഇതുപോലൊരു ദിനം പോർബന്തറിൽ ജനിച്ച, കാലങ്ങൾക്ക് മുമ്പേ യാത്ര ചെയ്ത ഒരു വലിയ മനുഷ്യനെ നമുക്കിന്നും ഓർക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ആ ഓർമ്മയ്ക്ക് ഇന്ന് നിറം പകർന്ന ഉലയനാൻ സാറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഏതാണ്ട് ഗാന്ധിയുടെ ഷേപ്പൊക്കെ ഒത്തിണങ്ങിയ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ഉലയനാൻ സാർ. തീർച്ചയായിട്ടും ഗാന്ധിയൻ തത്വങ്ങളും അദ്ദേഹത്തിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പാക്കാം. ചരിത്രത്തിന് മുമ്പേ സഞ്ചരിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ട് ഗാന്ധിയോടൊപ്പം നടന്നെത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. അത്രയ്ക്ക് സ്പീഡിലാണ്. ചില വീഡിയോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഗാന്ധിജി വളരെ സ്പീഡിലാണ് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലും അല്ലാതെയും എന്ന് പറയുമ്പോൾ പലരും കേട്ടുകേഴ്വിയില്ലാത്ത ഒരു സമരമുറ അദ്ദേഹം ആവിഷ്കരിച്ചു.
നീതിയുടെയും സത്യത്തിൻ്റെയും പാതയിലൂടെ രക്തമൊഴുക്കാത്ത അല്ലെങ്കിൽ അഹിംസയുടെ ഒരു സമരം, സത്യഗ്രഹം എന്ന ഒരു പദം തന്നെ ഇവിടെ സംഭാവന ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രയാണ് നാട്ടുരാജ്യങ്ങൾ, എത്രയാണ് ഭാഷകൾ. ഇന്നത്തേതുപോലെ വാർത്താ മാധ്യമങ്ങളോ ഒന്നും തന്നെയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരു ആയുധം മാത്രമാണുള്ളത്. പക്ഷേ ഈ മഹാത്മജിയുടെ ആ വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ഇത്രമാത്രം ആളുകളെ ചേർത്ത് നിർത്താൻ, ഇത്രമാത്രം വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ, വർണ്ണങ്ങൾ, ചേരികൾ, ഒരുപാട് വ്യത്യാസങ്ങൾ, അവയെല്ലാം കൂട്ടിയിണക്കിയ ഒരു വലിയ ശൃംഖലയുടെ ഉടമയാണ് മഹാത്മജി. ഗാന്ധിജിയുടെ നാമം പേറുന്ന കുറേയധികം പ്രസ്ഥാനങ്ങൾ പിന്നീടുണ്ടായിട്ടുണ്ട്. പക്ഷെ അവയിലൊക്കെ എത്രമാത്രം ഗാന്ധിജിയുണ്ട് എന്നുള്ളതാണ്. തേക്കിൻകാട് മൈതാനം പോലെയോ അല്ലെങ്കിൽ ഈ അങ്ങനെ പറയാൻ പലതുണ്ടല്ലോ. വെള്ളിക്കോൽക്ക് എന്ന് ഇവിടെ പറയുന്ന ഈ തൂക്കുന്ന ഒരു സാധനമുണ്ട്, ത്രാസിൻ്റെ മുൻപ് ഉണ്ടായിരുന്ന സാധനം. വെള്ളി അതിൽ ലവലേശയില്ല, പക്ഷെ അതിനെങ്ങനെയോ വെള്ളിക്കോൽ എന്നാണ് പേര് ചേർത്തപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഗാന്ധിജി ഇല്ലാത്ത കുറെ ഗാന്ധി കൂട്ടങ്ങൾ ഇന്നുണ്ട്. കെ ഇ മാമൻ വളരെ തീഷ്ണമായി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് 100 നാവായിരുന്നു, ആ വൃദ്ധനായ മനുഷ്യനും. അങ്ങനെ ഗാന്ധിയെ ഒത്തിരി അനുകരിക്കുന്ന ആളുകളെ ചെറുപ്പത്തിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഗാന്ധിയെ കണ്ടിട്ടുള്ളവരെയും കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇത് തുടരേണ്ടത് നമ്മളാണ്. പലരും പറയുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ കുടുംബത്തെയും രാഷ്ട്രത്തെയും അല്ലെങ്കിൽ സമൂഹത്തെയും ഒക്കെ ഒരുപോലെ നന്നാക്കി കൊണ്ടുപോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരികയില്ല. ഒരുപക്ഷെ ഗാന്ധിജിയുടെ മേൽ അത്തരത്തിൽ ചില ആരോപണങ്ങൾ പലരും ഉന്നയിച്ചും കേട്ടിട്ടുണ്ട്. കസ്തൂർബാ ഗാന്ധിയോടും അല്ലെങ്കിൽ ഈ മക്കളോടും വേണ്ട നീതി കുടുംബത്തോടത്ര പുലർത്തിയിട്ടില്ല എന്നുള്ള ഒരു പരാതി ശരിയായിരിക്കാം. എന്നാലും അദ്ദേഹം ഒരു വലിയ തുറന്ന പുസ്തകമായിരുന്നു. എല്ലാവരും ജീവിത കഥകൾ എഴുതുമ്പോൾ വർണ്ണം പിടിപ്പിച്ച് തൻ്റെ മഹാകാര്യം മാത്രമാണ്. പക്ഷെ ഗാന്ധിയുടെ ജീവചരിത്രത്തിൽ ഗാന്ധിയുടെ പോരായ്മകളും അക്കമിട്ട് എഴുതപ്പെടുന്നുണ്ട്. അതൊരു വലിയ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. തൻ്റെ പോരായ്മകൾ ഈ വലിയൊരു മനുഷ്യനെ, തുറന്നു പറച്ചിലിൻ്റെ മനുഷ്യനെ നമ്മൾ തന്നെ കൊന്നു എന്നുള്ളത് ഒരു വലിയ പാതകമായി നമ്മുടെ മേൽ നിൽക്കുന്നു. തീർച്ചയായിട്ടും ആവുന്നിടത്തോളം നമുക്ക് ഗാന്ധിയെ സ്മരിച്ചാൽ പോരാ, ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എല്ലാ നന്മകളും സാബു സാറിന്, ലയനാൻ സാറിന്, ഇന്ന് പങ്കെടുത്ത എല്ലാ സഹോദരങ്ങൾക്കും, അഭിപ്രായം പറഞ്ഞവർക്കും എല്ലാം നൽകിക്കൊണ്ട് ഗാന്ധി ജയന്തിയുടെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സാർ. ജ്യോതികുമാർ സാർ ഒരു ഗാന്ധിയെക്കുറിച്ചൊരു കവിത ആലപിക്കുന്നതായിരിക്കും. ഞാൻ ആദ്യം ഫ്രണ്ട്സ്, എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയ ഒരു കവിതയാണ് ഇന്നത്തെ ഗാന്ധി ജയന്തി ദിനത്തിന് വേണ്ടിയിട്ട്. ഞാനത് നിങ്ങളെ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കണം. കാലമെത്ര മാറിയിട്ടും മാറ്റുകൂട്ടും വാക്കുകൾ കേൾക്കുന്നുണ്ടോ? അന്നും ഇന്നും ഓർത്തുവല്ലോ അങ്ങ് നൽകും വാക്കുകൾ. കാലമെത്ര മാറിയിട്ടും മാറ്റുകൂട്ടും വാക്കുകൾ ഓർത്തിരുന്നു ചൊല്ലുക
ഓർത്തു ഓർത്തു ചൊല്ലുക ഗാന്ധി ചെയ്ത സേവനങ്ങൾ നമ്മൾ നമ്മിൽ തീർക്കുക. ഓർത്തിരുന്നു ചൊല്ലുക, ഓർത്തു ഓർത്തു ചൊല്ലുക ഗാന്ധി ചെയ്ത സേവനങ്ങൾ നമ്മൾ നമ്മിൽ തീർക്കുക. അന്നും ഇന്നും ഓർത്തുവല്ലോ അങ്ങു നൽകും വാക്കുകൾ, കാലമെത്ര മാറിയിട്ടും മാറ്റുകൂട്ടും വാക്കുകൾ. ലോകമാം ഭൂപടത്തിൽ ഇന്ത്യ എന്ന സ്വർഗഭൂമി തീർത്തു കോർത്ത കൈകളെ മറന്നിടല്ലൊരിക്കലും. ലോകമാം ഭൂപടത്തിൽ ഇന്ത്യ എന്ന സ്വർഗഭൂമി തീർത്തു കോർത്ത കൈകളെ മറന്നിടല്ലൊരിക്കലും. അന്നും ഇന്നും ഓർത്തുവല്ലോ അങ്ങു നൽകും വാക്കുകൾ, കാലമെത്ര മാറിയിട്ടും മാറ്റുകൂട്ടും വാക്കുകൾ. പുണ്യഭൂമി ഇന്ത്യയിൽ പിറന്ന ജന്മമല്ലയോ ഗാന്ധി കാട്ടും വഴികളിൽ തേർത്തെളിച്ചു പോയി നാം. പുണ്യഭൂമി ഇന്ത്യയിൽ പിറന്ന ജന്മമല്ലയോ ഗാന്ധി കാട്ടും വഴികളിൽ തേർത്തെളിച്ചു പോയി നാം. അന്നും ഇന്നും ഓർത്തുവല്ലോ അങ്ങു നൽകും വാക്കുകൾ, കാലമെത്ര മാറിയിട്ടും മാറ്റുകൂട്ടും വാക്കുകൾ. ഒത്തുകൂടി ചേർന്നു നിന്നു ആട്ടി നാം പറഞ്ഞു വിട്ടു ദൂരദേശവാസിയെ സാഗരം കടത്തി നാം. ഒത്തുകൂടി ചേർന്നു നിന്ന് ആട്ടി നാം പറഞ്ഞു വിട്ടു ദൂരദേശവാസിയെ സാഗരം കടത്തി നാം. അന്നും ഇന്നും ഓർത്തുവല്ലോ അങ്ങു നൽകും വാക്കുകൾ, കാലമെത്ര മാറിയിട്ടും മാറ്റുകൂട്ടും വാക്കുകൾ. ഗാന്ധി എന്ന പൊൻവെളിച്ചം ഇന്ത്യയാകെ തൂകിയപ്പോൾ അന്ധകാരം വിട്ടുപോയി ഇന്നു നാം സ്വതന്ത്രരായി. ഗാന്ധി എന്ന പൊൻവെളിച്ചം ഇന്ത്യയാകെ തൂകിയപ്പോൾ അന്ധകാരം വിട്ടുപോയി ഇന്നു നാം സ്വതന്ത്രരായി. അന്നും ഇന്നും ഓർത്തുവല്ലോ അങ്ങു നൽകും വാക്കുകൾ, കാലമെത്ര മാറിയിട്ടും മാറ്റുകൂട്ടും വാക്കുകൾ. അന്നും ഇന്നും ഓർത്തുവല്ലോ അങ്ങു നൽകും വാക്കുകൾ, കാലമെത്ര മാറിയിട്ടും മാറ്റുകൂട്ടും വാക്കുകൾ. കാലമെത്ര മാറിയിട്ടും മാറ്റുകൂട്ടും വാക്കുകൾ. കവിത ചെയ്ത ദിനേശ് കാരന്തൂർ അല്ലേ? അതെ, ദിനേശ് കാരന്തൂർ. ഞാൻ ഉലഹന്നാൻ സാറിന് ഇട്ടിട്ടുണ്ട് കേട്ടോ സാറേ. എൻ്റെ ഒരു സുഹൃത്താണ്, നല്ല സുഹൃത്ത്, ഒരു ടീച്ചറാണ്, ഇതേപോലെ നിമിഷ കവിയ. പെട്ടെന്ന് എഴുതി അന്നേരം കവിത ചൊല്ലുന്ന ഒരു മനുഷ്യൻ. പക്ഷെ നല്ല വരികൾ പറയാം. തീർച്ചയായും വളരെ മനോഹരമായ വരികൾ. ഓക്കെ, ഇനി ആരാണ് പറയാനുള്ളത്? രമാവതി മാം പറയും. നിമിഷ കവി എന്ന് അറിയുമ്പോ എനിക്ക് ചിരി വന്നു. കാരണം ഞാൻ അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പം കുറച്ച് ഇങ്ങനെ കഥേന്റെ കുറച്ച് വരികളെല്ലാം എഴുതിയിട്ട് അപ്പൊ കുമാരേട്ടൻ പറയുന്നത് നീ നിമിഷം വെച്ചിട്ട് കഥ എഴുതാണോ? അപ്പൊ നിമിഷ കവി എന്ന് പറയുമ്പോ എനിക്ക് ചിരി വന്നുപോയി. നിമിഷ കവികളും അങ്ങനെ കഥാകാരന്മാരെല്ലാം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. സാറേ ഇതിപ്പം ഉലഹന്നാൻ സാർ എന്തായാലും ഈ ഒരു സബ്ജക്റ്റ്, കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങള് പറയാൻ ആൾക്കാര് മുന്നോട്ട് വരുന്നില്ലയോ എന്നൊരു സംശയമുണ്ട്. കാരണം അതുക്കും മേലെയുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ എന്താ പറയേണ്ടത്, ഇപ്പൊ കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ പറയുമ്പം നമ്മുടെ ഗാന്ധിജീനെല്ലാം മറന്നു പോകുന്നു എന്നൊരു സങ്കടം. ഏതായാലും നന്നായിട്ടുണ്ട് സാറേ. അതുപോലെ സാബു സാറേ ഈ സബ്ജക്റ്റ് ഇന്ന് സെലക്ട് ചെയ്തേന്. കാരണം നമ്മള് സ്കൂളിൽ പഠിക്കുമ്പം ഗാന്ധി ജയന്തി പറയുമ്പോ സാറ് പറഞ്ഞ പോലെ ആ സമയത്തെല്ലാം നമ്മള് സ്കൂളിന് ചുറ്റും വൃത്തിയാക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു പൊടി പോലും ഉണ്ടാവില്ല സ്കൂളിന്റെ അവിടെ, എല്ലാം കാട്ടം പെറുക്കൽ എന്നാ പറയാ. കാട്ടം പെറുക്കിയിട്ട് ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പായസം എല്ലാം കിട്ടും ചിലപ്പം. അപ്പം കുറച്ച് പായസം കിട്ടാനാകുമ്പോൾ കുറച്ച് ഉഷാറോട് കൂടിയിട്ട് എല്ലാം പെറുക്കാനെല്ലാം ഉള്ള ശ്രമം നടത്തലുണ്ട്. അങ്ങനെയുള്ള ഇത് മാത്രല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ ഗാന്ധി ജയന്തി ഇങ്ങനെ കൊണ്ടാടുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംഭവം, എന്താ പറയണ്ട, ഇത്ര വലിയൊരു മഹത് വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് അവരെ മനസ്സിൽ. പക്ഷെ അവര് ഇതെല്ലാം എസ് എല്ലാം എഴുതാറുണ്ട്. ചില കുട്ടികൾ ഇങ്ങനെ ഗാന്ധി ജയന്തി ഇങ്ങനെ എസ് എല്ലാം കോമ്പറ്റീഷനിലുള്ള അതിലെല്ലാം പങ്കെടുക്കാൻ അവർ ഉഷാറാണ്, സമ്മാനം അടിക്കാൻ വേണ്ടി മാത്രം. അതുപോലെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വരുന്ന ചെറുപ്പത്തില് എന്ത് ചിത്രമാണ് നമുക്ക് വരക്കാൻ ഭയങ്കര പ്രയാസം, ഗാന്ധിജിനെ വരക്കാൻ വളരെ എളുപ്പമാണ്. ഗാന്ധിജിനെ അങ്ങനെ എളുപ്പത്തിൽ വരക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗാന്ധിജിന്റെ ഇപ്പം ഉലഹന്നാൻ സാർ പറഞ്ഞല്ലോ, പിന്നെ
അതായത് തലപ്പാവ് ഇങ്ങനെ ഉണ്ടാവും സാരി എന്ന് പറഞ്ഞിട്ട് അവരെടുത്തു വന്നു. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മ വരുന്ന ഏത് രാജ്യത്തെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഗാന്ധിജി ഇങ്ങനെ എപ്പോഴും ഇപ്പോഴാണ് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഇത് മുണ്ട് മാത്രം എടുത്തുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയത്. പക്ഷെ ഒരുപാട് ഡ്രസ്സ് ഇങ്ങനെ മേലെ ഡ്രസ്സ് ഇട്ടിട്ട് അതിന്റെ മേലെ കോട്ടലുണ്ടായിരുന്നു ഗാന്ധിജി. അപ്പൊ ഒരു പിന്നെ പരിപാടിക്ക് ഗാന്ധിജി സംസാരിക്കാൻ വേണ്ടി പോയിട്ടാകുമ്പോ അവിടെ ശ്രദ്ധിക്കുമ്പോ കുറച്ച് ആൾക്കാര് വന്നിട്ട് ഇരുന്നു. അവര് പോയിട്ട് പിന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ടിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത്, ആദ്യം വന്നവര് പോയി കഴിഞ്ഞാല് അവരെ ഡ്രസ്സ് ഇട്ടിട്ട് ഇവർക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ളത്. അന്നു മുതലാണ് ഗാന്ധിജി ഇങ്ങനെ വസ്ത്രം ഉപേക്ഷിച്ചത്. അങ്ങനെയാണ് പറയുന്നത്. ഞാൻ എന്തിനാണ് ഇങ്ങനെ 3-4 ലെയർ ഇട്ടിട്ട് നടക്കുന്നത്, ഇങ്ങനെ ഒരു ഇതിടാൻ തന്നെ ആൾക്കാർക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇങ്ങനെയുള്ള തത്വങ്ങള് ഗാന്ധിജിന്റെ അഹിംസ, സത്യം ഇതെല്ലാം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പൊ പിന്നെ MDMA സംഭവം കുറച്ചെല്ലാം അതിന്റെ രൂക്ഷത കുറയുമായിരുന്നു. കാരണം കുറച്ച് പേടി ഉണ്ടാവുമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം എല്ലാം അങ്ങനെ പറയുമ്പോഴും. പിന്നെ ഇതിപ്പം അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയില് കള്ളത്തരം ചെയ്യാനുള്ള മനോഭാവമാണ് എല്ലാവർക്കും. എന്തെങ്കിലും കള്ളത്തരം ചെയ്താലും പാരന്റ്സും അതിന് കൂട്ടു നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ചില കേസിലല്ലോ. അല്ലെ, ഞാൻ കാടടിച്ചു വെടിയൊന്നും വെക്കുന്നില്ല. അപ്പൊ അതിനെല്ലാം ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇതെല്ലാം ഉപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? സ്കൂളുകളിലെല്ലാം ഗാന്ധി ജയന്തി കൊണ്ടാടണ്ടേ എന്നുള്ള ഒരു സംശയമുണ്ട് എനിക്ക്. അതുപോലെ തന്നെ നമ്മളിപ്പം യോഗ പഠിക്കുമ്പോ അതില് പിന്നെ യമം, നിയമം, പിന്നെ ആസനം, പ്രാണായാമം, അങ്ങനെയാ പോകുന്നത്. ആ യമനിയമങ്ങളിൽ തന്നെ യമത്തില് അഹിംസ, സത്യം, അസയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം. അതുപോലെ തന്നെ നിയമത്തിൽ പഠിക്കുമ്പോ സൗജ്യം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, ഇങ്ങനെയുള്ള സംഭവങ്ങളല്ല. അപ്പൊ ഓരോന്നിനും ഇതാക്കി പറയുമ്പോ സത്യം എന്താണെന്നുള്ളതും അഹിംസ എന്താണെന്നുള്ളതും വിവരിച്ചിട്ട് കുറെ നമുക്ക് പഠിക്കാനുണ്ട് യോഗയില്. അത് പറയുമ്പോ എനിക്ക് ഒന്നും കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മളിപ്പം ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു യോഗയുടെ ഒരു ആളായിരുന്നു. എന്താ പറഞ്ഞാല് ഗാന്ധിജിയുടെ യോഗ കർമ്മയോഗമായിരുന്നു. അയാളെ കർമ്മത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇതായിട്ട് നമുക്ക് ചെയ്ത് കാണിച്ചത്. കാരണം കർമ്മയോഗിയാണ് ശരിക്കും ഗാന്ധിജി, അതില് യാതൊരു തർക്കവും ഇല്ല. അപ്പം അതിൽ തന്നെ ഇപ്പം പണ്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിട്ടും ഇപ്പൊ ഉള്ള തലമുറയെ സംബന്ധിച്ചിട്ടും ശ്രദ്ധിച്ചു നോക്കി എല്ലാവർക്കും മനസ്സിലാവും. പണ്ട് കള് പറഞ്ഞുണ്ടായിരുന്നു സാറന്മാരെ. കാരണം ചെറിയൊരു കള്ളത്തരം കാണിച്ചാൽ ഉടനെ പാരന്റ്സിന്റെ ടീച്ചേഴ്സിന്റെ നല്ല ശിക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കള്ളത്തരം കാണിക്കൂല, അസത്യം പറയൂല, അഹിംസ ചെയ്യൂല. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പം ഒരു തരത്തിലുള്ള ശിക്ഷകളും കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കുട്ടികളെ അടിക്കണമെന്നോ അങ്ങനെയുള്ള ഇതൊന്നും ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. പക്ഷെ എവിടെയോ ഒരു പോരായ്മ ഉണ്ട് നമ്മളെ കുട്ടികൾക്കിടയിൽ. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഒരു ക്ലാസ്സിന് സാറ് പിന്നെ പ്രോത്സാഹിപ്പിച്ചതിനും സാറ് ക്ലാസ് എടുത്തതിനും ബിഗ് സല്യൂട്ട്. കാരണം ഇത് നമുക്ക് ഇപ്പൊ ഇതിന്റെ കാലത്തിന്റെ ആവശ്യമാണ് സാറേ ഈ ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. കുഞ്ഞായി മാസ്റ്റർ ഉണ്ടോ? ഹരികൃഷ്ണൻ, ജോർജ് സാർ, ഷെർലി മാം ഉണ്ടോ? ആരെങ്കിലൂടെ അൺമ്യൂട്ട് ചെയ്യൂ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു സെഷൻ, അനേകം ഓർമ്മകൾ, മാനസികാരോഗ്യത്തിൻ്റെ തലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യന് അത്യാവശ്യമുള്ളത്, അത് കൊച്ചു കുഞ്ഞിന് മുതൽ പ്രായമുള്ളവർക്ക് വരെ മാനസികാരോഗ്യം വളരെ അത്യന്താപേക്ഷിതമാണ്. അതിൽ ഗാന്ധിയുടെ ഈ തത്വങ്ങൾ, മൂല്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും അത് പരിപാലിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല. സത്യമാണെങ്കിലും ഈ പറഞ്ഞ പോലെ ധർമ്മമാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സത്യാഗ്രഹത്തിൻ്റെ വഴി, അഹിംസയുടെ വഴി, സമൂഹ ജീവികളോട് ഇടപെടുന്ന രീതികൾ എല്ലാം അനേകം മാർഗനിർദ്ദേശങ്ങൾ മഹാത്മാഗാന്ധിയിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും അത് പകർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ആശംസ. വളരെ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് ഫിനിഷ് ചെയ്യും. സാർ ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ
എൻ്റെ ആദ്യത്തെ പേടി എൻ്റെ നെറ്റ് പോകുമെന്ന്. ഇപ്പോഴും അതേ പേടി തന്നെയാണ്. ഇടയ്ക്കൊന്ന് പോയി സർ. നമ്മൾ ബൈജു സാറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ബൈജു സാറ് പോയി, ഇല്ല, സംസാരിച്ചില്ല. ഇല്ല, ഓക്കെ. അപ്പോൾ എന്തായാലും ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാകും തൽക്കാലം നെറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു, വലിയ കുഴപ്പമില്ലാതെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ വസ്ത്രത്തിന്റെ കാര്യത്തില് മാം പറഞ്ഞ ആ ഒരു യാഥാർത്ഥ്യത്തെ ചേർക്കുകയാണ് ഞാൻ. അദ്ദേഹം ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ 2 പേര് ചേട്ടത്തി അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് ചില സഹായങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അവരുടെ വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ ഒരു സ്ത്രീ പുറത്തു വന്നു. അപ്പോൾ ഗാന്ധിജി ചോദിച്ചു, ചേച്ചി എവിടെ? അവര് ചിരിച്ചോണ്ട് അകത്തേക്ക് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചേച്ചി അതേ സാരി ഉടുത്ത് മുന്നോട്ട് വന്നു. അപ്പോൾ ഗാന്ധിജിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, ഞാൻ വന്ന കാര്യം ഇതപ്പോൾ ചേച്ചിയാണല്ലോ, ഞാൻ ചേച്ചിയെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിക്കുകയാണ്. ഈ യോഗത്തിന് വന്നതിൽ പകുതി ആണുങ്ങൾ കുറച്ച് കഴിഞ്ഞ് വന്നു എന്ന് പറയുമ്പം അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അദ്ദേഹം അതുകൊണ്ട് പിന്നീട് സ്വയം നൂറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വസ്ത്രമാണ് ഉപയോഗിച്ചത്. ഈ തോർത്തിൻ്റെ ഒരവസ്ഥ. അദ്ദേഹം ബ്രിട്ടീഷ് ക്യാബിനറ്റിലേക്ക് കയറുന്ന സമയത്ത് മുണ്ടെടുത്തുകൊണ്ടാണ് കയറിയത്. അദ്ദേഹത്തോട് പറഞ്ഞത്, യു ഹാഫ് നേക്കഡ് ഫക്കീർ, അർദ്ധ സന്യാസ്, വാക്ക് വരുന്നില്ല, അർദ്ധനഗ്നനായ സന്യാസി എന്നാണ് വിളിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, കാര്യസാധ്യം അത് എവിടെയായാലും എങ്ങനെയായാലും അദ്ദേഹം അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് സോട്ടും കൂട്ടും ഇടാൻ അറിയാഞ്ഞിട്ടല്ല. മാം പറഞ്ഞു, സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയ സമയത്ത് അദ്ദേഹം അതിഗംഭീരനായിരുന്നു. ആ ഗംഭീരത്വം ബ്രിട്ടീഷുകാരൻ അവിടെ ചവിട്ടി അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് വെളിയിലാക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ യാഥാർത്ഥ്യം അയാൾ മനസ്സിലാക്കുകയും ദ സിംപ്ലസ്റ്റ് മാൻ ആഫ്റ്റർവേഴ്സ് സ്വയം തുന്നിയ അത്. ആഫ്രിക്കയിൽ ചെന്ന സമയത്ത് ആ വീട്ടിലെ അദ്ദേഹം തുന്നിയ ആ ചർക്ക അവിടെ ഉണ്ട്. തുന്നി പകുതിയാക്കിയ ഒരു വസ്ത്രവും അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ സന്തോഷം തോന്നിയ ഒരു അവസരമാണ് അത്. ഇന്ന് ഇങ്ങനെയൊരു സംഭവം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇതെല്ലാം കൂടി മനസ്സിൽ ഓടി വന്നു. പിന്നൊന്ന് എഴുതി നോക്കി, അപകടമുള്ളതിനൊക്കെ വെട്ടിക്കളഞ്ഞു. അദ്ദേഹത്തെ വെടിയുണ്ടകൾക്ക് ഇരയാക്കി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ അല്പം പേടിയോടുകൂടിയാണ്. സത്യത്തിൽ നന്ദി കെട്ട മനുഷ്യരാണെന്ന് ഉറക്കെ പറയാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സാധിക്കുന്നു. ഒന്നും ചെയ്യാനില്ല, നമ്മൾ സങ്കടപ്പെടുക മാത്രമേ ഉള്ളൂ. അച്ഛനെ വധിച്ച മക്കളല്ലേ. അത് മാം പറഞ്ഞു, ഇപ്പോൾ ADMA MDMA അതെല്ലാം കഴിച്ചിട്ട് സ്വന്തം അച്ഛൻ ചോദിക്കുന്ന പൈസ കൊടുക്കാത്തതുകൊണ്ട് കുത്തിക്കൊല്ലുന്ന മക്കളെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമുക്ക് സങ്കടം പരീക്ഷക്ക് തന്നെയാണ്. മാർക്ക് കിട്ടാൻ വേണ്ടിട്ടേ ഗാന്ധിജി മരിച്ചത് ആരാ കൊന്നത്? നാഥുറാം വിനായക് ഗോഡ്സെ. അതെഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ട്. കാരണം അയാളെയും കൂടി ഓർമ്മിക്കുന്നുണ്ട്, ഇത്രയും ക്രൂരനായിട്ടുള്ള അയാളെയും കൂടി. അപ്പം കുമാരട്ടൻ പറഞ്ഞു, കുമാരട്ടൻ ഓൾഡ് ഡൽഹിയിൽ പോയിട്ട് സാറിപ്പ പറഞ്ഞ പോലെ ചർക്ക, കുറച്ച് ആൾക്കാർ അതിങ്ങനെ ചെയ്യുന്നത്, അവരുടെ വീട് കംപ്ലീറ്റ് കാര്യങ്ങൾ കണ്ടിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അത് അതന്നെ, കസേര പോലും ഉണ്ടായിരുന്നു അവിടെ ഗാന്ധിജി ഉപയോഗിച്ച. സാറ് പറഞ്ഞത്. താങ്ക് യു സാർ. ഓക്കെ, ബൈജു സാർ കൂടെ എത്തിയിട്ടുള്ളൂ. ബൈജു സാർ കൂടെ പറയും. പറയൂ സാർ എന്തെങ്കിലും. താങ്ക് യു സാബു സാർ, താങ്ക് യു ലെഹനാൻ സാർ. ഞാൻ സെഷൻ കംപ്ലീറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. 8 മണി കഴിഞ്ഞപ്പോഴാണ് ലെഫ്റ്റ് അടിച്ചത്. അപ്പൊ വേറൊരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു നാളെ മുതൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ കുറച്ച് കയറാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പൊ കേട്ടു, അതിന്റെ എന്താണെന്നുള്ളത് കേട്ടു. അപ്പൊ വളരെ മനോഹരമായിട്ട് ലെഹനാൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജീനെ പറ്റിയിട്ട് സാറ് പറയുമ്പോൾ നമ്മളാ പഠിച്ചതും അല്ലെങ്കിൽ എന്റെ സത്യാന്വേഷണ കഥ എന്ന പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഇതാക്കിയ, ശരിക്കും പറഞ്ഞാൽ എവിടെ വായിച്ചതുപോലെ അടുത്ത തലമുറയോട് ഇത് പറയുമ്പോൾ ഇവർക്കൊരു കെട്ടുകഥ മാത്രമായിട്ടേ തോന്നുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിനി എന്ന് പറയുമ്പോൾ തന്നെ, കാരണം അത്രയും ഇപ്പം മാഡം ഒക്കെ പറഞ്ഞതുപോലെ, കാരണം എല്ലാ മേഖലയിലും അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ആരോഗ്യത്തിന്റെ ഇതിലായാലും എല്ലാറ്റിലും അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടുണ്ട്. കാരണം ആ പുസ്തകം തന്നെ ഉണ്ട്, പാല് കുടിക്കുന്നതൊക്കെ കുറച്ചു കാലം
പിന്നെ ഒഴിവാക്കി. കാരണം പാലിലും മാംസാഹാരത്തിന്റെ കാരണം ഇത് നമ്മുടെ ചിന്തകൾ ഈ പിന്നെ നമ്മുടെ ഭക്ഷണത്തിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട്, കാരണം ആ ഉപവാസം എന്നൊക്കെ ഉള്ളത് വളരെ മനോഹരമായിട്ട് ലോകത്തിന് പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തിത്വം. കാരണം അഹിംസ വളരെ ഉലയനൻ സാർ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മളൊക്കെ ഈ ട്രെയിനിങ് ക്ലാസ്സിലൊക്കെ പറയുന്നത് എപ്പോഴാണ് മഹാത്മാഗാന്ധി ജനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പറയുന്ന ഉത്തരം പിന്നെ ആ ട്രെയിനിൽ നിന്ന് ഉന്തി ഇട്ടപ്പോഴാണ്. അവിടെ അത്ര വരെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആയിരുന്നു, അതിനുശേഷമാണ് മഹാത്മാഗാന്ധി എന്നുള്ള ആള് പിറവിയെടുത്തത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നന്ദി. കാരണം ഈ ഒരു പുണ്യദിനത്തിൽ ഇങ്ങനെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തതിലും പിന്നെ നന്നായിട്ട് അവതരിപ്പിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് പൗലനൻ സർ. താങ്ക് യു. ഒരിക്കൽ കൂടി ഗാന്ധിയുടെ ഓർമ്മകളിൽ നമുക്ക് നിലനിൽക്കാം. എല്ലാവർക്കും പാലക്കാടൻ ട്രിപ്പ് വരാൻ തയ്യാറാക്കാൻ പറയൂ സർ. അബ്ദുൽ സാർ കേട്ടില്ലല്ലോ. സാർ എന്തോ പറഞ്ഞു. ഇന്റർനെറ്റിന്റെ പ്രോബ്ലം അബ്ദുൽ സാർ പറഞ്ഞത് കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. പറയാൻ വിട്ടുപോയി. ഉലയനൻ സാറ് റാം ഈ മരിച്ചു വീണ ആ സ്ഥലത്തെ ഡൽഹിയിൽ കേൾക്കാമോ സാറേ? കേൾക്കാമോ സാറേ? കേൾക്കാം. ഡൽഹിയിൽ പോകാൻ അവസരം കിട്ടിയപ്പോ ഈ ഉലയനൻ സാർ പറഞ്ഞില്ലേ, വെടിയേറ്റ് വീണപ്പോ ഹേ റാം എന്ന് വിളിച്ച് വീണ ആ സ്ഥലം ഒന്ന് പോയിരുന്നു. ആ പോയപ്പോ ഒന്ന് കൂട്ടിച്ചേർത്താണ്. ഓക്കെ സാർ. ഓക്കെ. സോ ഓക്കെ, അപ്പോൾ സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ് സാർ. ബൈ സാർ. ബൈ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ് സർ.